ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ 1. എന്താണ് ഈ വർഷത്തെ സന്ദേശം? എന്താണ് ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്? പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും HIV പറ്റി പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനും HIV അണുബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും HIV അണുബാധ മൂലം മരണമടഞ്ഞവരെ അനുസ്മരിക്കുന്നതിനും വേണ്ടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ തീം എന്നത് ടേക്സ് ദി റൈറ്റ്സ് പാത്ത് എന്നാണ്. അവകാശങ്ങളുടെ പാത സ്വീകരിക്കൂ. മനുഷ്യാവകാശങ്ങളുടെ പാത സ്വീകരിച്ച് കമ്മ്യൂണിറ്റികൾ പ്രവർത്തിച്ചാൽ 2030 ആകുമ്പോഴേക്കും എയ്ഡ്സ് ലോകത്തിന് ഒരു ആരോഗ്യ ഭീഷണിയാകുന്നത് നമുക്ക് തടയാനാകും. HIV അണുബാധിതരെയും അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ളവരെയും നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതായത് HIV അണുബാധ ചികിത്സ എടുക്കണമെങ്കിൽ സമൂഹത്തിലെ ആളുകൾ ടെസ്റ്റിങ്ങിനും ചികിത്സയ്ക്കുമായിട്ട് മുന്നോട്ട് വരണം. സമൂഹത്തിലെ സ്റ്റിഗ്മ ആൻഡ് ഡിസ്ക്രിമിനേഷൻ HIV അണുബാധിതരോടും HIV അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളായ ട്രാൻസ്ജെൻഡറുകൾ, സെക്സ് വർക്കേഴ്സ്, ഹോമോസെക്ഷൽ മെയിൽസ് ഇവരെയോട് സമൂഹം കാണിക്കുന്ന അവരെ ഒറ്റപ്പെടുത്തുന്ന സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും വേണം എന്നാണ് ഈ ദിനം നമ്മൾക്ക് നൽകുന്ന സന്ദേശം. ഇതിനായി വർണ്ണ വർഗ ലിംഗ അസമത്വം ഇല്ലാതാക്കി സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും നിയമപരവുമായ സമത്വം കൊണ്ടുവരികയും വേണം. ഇതിനുള്ള സാഹചര്യം നാം ഒരുക്കണം. ഇവരെ ശാക്തീകരിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ഓരോരുത്തരും പ്രവർത്തിക്കണമെന്നാണ് ഈ ദിനം നമുക്ക് നൽകുന്ന സന്ദേശം. ഈ ദിവസം, അതായത് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അന്നേ ദിവസം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തും ഈ സമ്മേളനത്തോടൊപ്പം റാലികൾ, ഫ്ലാഷ് മോബുകൾ, ഫോക്ക് പരിപാടികൾ, അതായത് നാടൻ കലാരൂപങ്ങൾ വഴി ജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള പ്രോഗ്രാമിൽ നമ്മുടെ കസാക്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്ക് പ്രവർത്തന മേഖലയിലുള്ള ഓരോ വിഭാഗത്തിനും നമ്മൾ അവാർഡുകൾ, ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന അവാർഡുകൾ നൽകുന്നുണ്ട്. കസാക്സിന്റെ ഘടകങ്ങളായ ICTCകൾ, പ്രിവെന്റീവ് സെക്ഷൻ പ്രോജക്റ്റുകൾ മുതലായവ വഴി ഓരോ വിഭാഗവും പ്രത്യേകം എക്സിബിഷനുകൾ, ബോധവൽക്കരണം, ടെസ്റ്റിംഗ് എന്നിവ നടത്തുന്നുണ്ട്.